പലപ്പോഴും KPCC അധ്യക്ഷൻ നോക്കുകുത്തിയേക്കാണ്. അതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടിയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റിൻ്റെ അഭിപ്രായം, ഞങ്ങളൊക്കെ അഭിപ്രായം ഒന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്കൊരു വിരോധമില്ലെന്ന്. അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിച്ചിരിക്കല്ലേ. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ പ്രായമായ ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു. എത്രയും അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. മോശമായ വാക്കൊന്നും ഉപയോഗിച്ചില്ല. ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ എനിക്കെതിരെ എത്ര മോശമായ വാക്കുകൾ. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളംപാറയിൽ, അതായത് എനിക്ക് ഭ്രാന്താണെന്നല്ലേ എൻ്റെ അർത്ഥം. ഊളംപാറ എന്ന് പറഞ്ഞാൽ ഊളംപാറ മാനസിക രോഗ ആശുപത്രി. എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്ന് പറഞ്ഞു. ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം, ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ. പക്ഷെ പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയില്ല, വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാൻഡാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്, UDFൻ്റെ നിലപാടാണ്. വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡേർഡ്. അതൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞല്ല, എന്നെ ഇഷ്ടമായിരിക്കില്ല. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരും. അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊക്കെ എല്ലാവർക്കുള്ള അവകാശമാണ്. അതൊക്കെ ഒരാളെ ഇഷ്ടപ്പെടുക. നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയടത്തില്ല. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഏത് ഭാഷയിലും. ഇപ്പം എനിക്കത് ശീലമായി, ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി. പക്ഷെ കേരളം ഉണ്ട്, എനിക്ക് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് വലിയ വിശ്വാസം. അവരെല്ലാം ഇത് നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം. കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടിയ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനിലും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ ഇലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിനെന്താ കുഴപ്പം? രാഷ്ട്രീയ നേതാക്കൾ എന്താ ഇരുമ്പൊലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളെ ചെയ്യട്ടെ. ഞാൻ ഒരു നിസ്സാരക്കാരനല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നേ അങ്ങേ ലക്ഷ്യമിടുന്നത് യാദൃശ്ചികമാണോ? അത് ആയിക്കോട്ടെ. ഞാനത് വേറൊരു തരത്തിലത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തും. കോൺഗ്രസിൻ്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരെ. ഞങ്ങൾ ആ കൂടെ നിന്നുകൊണ്ട് വർഗീയതയായിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. ആക്ഷേപത്തിലും അധിക്ഷേപത്തിലും ഒരു പിന്തുണ നേതാക്കളുടെ വിമർശനം കിട്ടില്ല. എന്തുകൊണ്ടാണ്? അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും. ഞാൻ പറയേണ്ട ഉത്തരവാണ്. വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പാർട്ടിയുടെ നിലപാട് ഇതാന്ന്. ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാടാണ് പറഞ്ഞേക്കുന്നത്? വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ലേ. ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പാടില്ല, മനസ്സിലായോ? വിദ്വേഷ പ്രസംഗം നടത്തരുത്. ഇത് കോൺഗ്രസിന് ലൈനാ. എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെയും വരുമ്പോൾ അദ്ദേഹം പറയാൻ പോണത് ഇത് തന്നെയല്ലേ. അതാണ്. അതിലൊന്നും ഞാൻ എന്ത് പറയാം, അഭിപ്രായം അല്ല. ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞില്ല. ലീഗിന്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഒന്ന് തന്നെയല്ലേ. ലീഗ് ഞങ്ങളുടെ മുഖ്യധാര കക്ഷിയല്ലേ, ടീം UDF അല്ലേ. കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? വർഗീയതയ്ക്കെതിരെയുള്ള കാര്യത്തിലൊക്കെ ലീഗിൻ്റെ അഭിപ്രായം അത് തന്നെയല്ലേ. എന്തിനാ ലീഗിനെ വലിച്ചടയ്ക്കണത്? ഒരു ഇൻഡയറക്റ്റായിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക. ഒന്നുകിൽ ലീഗിൻ്റെ പേര് പറയില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയും. ഇതാണ് ഈ ലീഗിൻ്റെ പുറകെ ഇവർ നടന്നതല്ലേ, ഈ CPM-കാർ നടന്നതല്ലേ. ലീഗിൻ്റെ പുറകെ എത്ര നാൾ നടന്നതാണ്? ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാമല്ല, ജനാധിപത്യ മതേതര പാർട്ടിയാണ്, ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടില്ലേ? അവർ പുറകെ നടന്ന കാലത്ത് കിട്ടാതെ മുന്തിരിക്ക പുളിക്കുമെന്ന് പറഞ്ഞ മാതിരി. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിന്റെ പുറകിലൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞങ്ങള്
വളരെ സന്തോഷത്തിലാണ്, വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. മതേതര കേരളമാണ് UDFിൻ്റെ കൂടെ, മതേതര കേരളം UDFിൻ്റെ കൂടെ. അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർ തെളിയിക്കാൻ പോവാണ്. ഇത് മതേതര കേരളമാണ് എന്ന് എല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാനേ, പൊളിറ്റിക്സ് അല്ലേ, രാഷ്ട്രീയമല്ലേ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? വരട്ടെ, കാണാം.